ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആലപ്പുഴയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമുള്ള പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒന്നൊരു വ്യവസായ ഇടനാഴി ആലപ്പുഴ ഭാഗമാകുന്നു. രണ്ടാമത്തേത് പിലിഗ്രിം ടൂറിസവുമായി ബന്ധപ്പെടുത്തി അർത്തുങ്കൽ മുതൽ കൃഷ്ണപുരം വരെയുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പിലിഗ്രിം ടൂറിസത്തിന്റെ പദ്ധതിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി കടലും കായലുമൊക്കെയുള്ള നമ്മളുടെ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളെ പറ്റിയുള്ള രൂപരേഖയെ പറ്റി സംസാരിക്കുന്നുണ്ട്. നാലാമതായി ആലപ്പുഴയ്ക്ക് പുതിയൊരു മെഡിക്കൽ കോളേജ് കൂടി കിട്ടുകയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലുള്ളത്. എനിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ്. ആഭ്യന്തര വകുപ്പിനോടൊപ്പം കയർ വ്യവസായത്തിന്റെ ചുമതല കൂടി എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കയർ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലമാണ്. കയർ മാത്രമല്ല, പരമ്പരാഗത വ്യവസായങ്ങളാകെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. കയർ, കൈത്തറി, കശുവണ്ടി ഈ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നു എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു കാലത്ത് ആലപ്പുഴയാണ് കയറിൻ്റെ ഇപ്പോഴും കയറിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ കയർ തൊഴിലാളികളും ഒരു മേഖലത്ത് പിരിമേഖലയാണ്. ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ പിരിമേഖലയാണ്. ഇവിടെയാണ് ഫാക്ടറികളും കയർ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും മറ്റ് സ്ഥാപനങ്ങളും ഉള്ളത്. ഇത്തവണ 157 കോടി രൂപയാണ് കയറിന് വേണ്ടി ആകെ മൊത്തത്തിൽ ബഡ്ജറ്റിൽ വിവിധ ഹെഡുകളിലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി. ഞാനിത് കയർ വകുപ്പിൻ്റെ കൂടെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം കയർ കോർപ്പറേഷൻ, കയർ ബോർഡ്, കയർ കോർപ്പറേഷൻ, കയർ ഫെഡ്, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ കയർ മെഷീനറി മാനുഫാക്ചറിങ് അവരുടെ MD-മാരുടെ യോഗം ഞാൻ വിളിച്ചു കൂട്ടി. ആ MD-മാരുടെ യോഗത്തിൽ അതിൻ്റെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണെന്ന് വിലയിരുത്തി. വളരെയേറെ പരിഷ്കരണം വേണ്ടിവരുന്ന ഒരു മേഖലയായിട്ടാണ് എനിക്ക് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് തൊഴിലാളി നേതാക്കന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു കൂട്ടി, സെക്രട്ടേറിയറ്റ്. അവരുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇനി എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള യോഗം ജൂലൈ 4 തീയതി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടത്തി എങ്ങനെ പുനരുദ്ധരിക്കാം, എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഈ മേഖലയിൽ ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അവരുടെ കൂലി വർധനവിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുണ്ട്. ഗവൺമെൻറ് ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പാക്കുന്നുണ്ട്. കയർ സംഘങ്ങൾ വലിയ തോതിൽ പല സംഘങ്ങളും സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നു. മൂലധനമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന ധാരാളം സംഘങ്ങളുണ്ട്. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുമുണ്ട്, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷം ഒരു പ്രായോഗിക സമീപനം കയർ മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്
കയർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ വ്യവസായത്തെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഈ വ്യവസായത്തെ എങ്ങനെ പുനരുദ്ധരിക്കാം. ഇപ്പോഴും വിദേശ വിപണി കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണിത്. ഹൈലി കോമ്പറ്റേറ്റീവാണ് വിദേശ മേഖല എന്ന് പറയുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കയറിൻ്റെ, അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്തിൻ്റെ, കടലും ബാക്ക് വാട്ടേഴ്സും ഉള്ളതുകൊണ്ട് ടൂറിസത്തിൻ്റെ ഒക്കെ അനന്തമായ സാധ്യതകളുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു ഏകദേശ രൂപമാണ് ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ബഡ്ജറ്റ് ചർച്ചകളിലും ഏതെങ്കിലും കാര്യങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അതുകൂടി നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ പരമാവധി ജില്ലയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ നിങ്ങളുടെ പത്രലേഖകരായ ആലപ്പുഴയിലെ പത്രപ്രവർത്തകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം. പ്രത്യേകിച്ച് കയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ എഴുതുന്ന പരമ്പരകൾ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ എങ്ങനെ പുനരുദ്ധരിക്കാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി ഇതിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാകാം, അല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് കയർ മന്ത്രിമാരായിരുന്ന ആളുകൾ ആലപ്പുഴക്കാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കാലഘട്ടങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു സഹായമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.